കഴിഞ്ഞൊരു വീഡിയോ ഇത് എൻ്റെ നാട്ടിലെ ഒരു പ്ലെയറെ കുറിച്ചാണ്, ഇല്ലെങ്കിൽ ഞാൻ കണ്ട് ഇല്ലെങ്കിൽ എൻ്റെ മുന്നിൽ നടന്ന കുറേ കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ അനലൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനിടയിൽ ചില ആൾക്കാർ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ വേർഡിലെ കസിയാസിനായിട്ടും റൊമേറിനൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്നു. ഞാൻ അങ്ങനെ കമ്പയർ ചെയ്തല്ല, ഞാൻ അവരോടാണ് സംസാരിക്കുന്നത്. കാരണം ഞാൻ അങ്ങനെ കമ്പയർ ചെയ്തല്ല. നമ്മുടെ മുന്നിൽ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു ലെജൻഡറി പ്ലേയേഴ്സ് ഉണ്ട്. ഇതെന്താ ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ ലെജൻഡറി ആവില്ലേ? നമ്മുടെ ഇടയിൽ ലെജൻഡറി തന്നെയാണ്. നമ്മുടെ ഇടയിൽ നമ്മുടെ നാട്ടിലെ കളികളും നമ്മുടെ നാട്ടിലെ മാച്ചുകളും മഗ്ലേൻ്റെ പോലത്തെ ടൂർണമെൻറ്റുകളും ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ കേസിൽ പോലത്തെ ലീഗുകളൊക്കെ തന്നെയാണ് നമുക്ക് പ്രയോറിറ്റി ഇല്ലെങ്കിൽ നമ്മളെ ഏറ്റവും മികച്ചതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനിടയിലൊക്കെ മികച്ച പ്ലേയേഴ്സിനും അതുപോലെ ഞാൻ എൻ്റെ കുഞ്ഞിലോട്ടിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു യൗവന കാലഘട്ടത്തിൽ ഞാൻ കളിക്കുന്ന സമയത്തും എൻ്റെ ഒരു പ്രൈം കാലഘട്ടത്തിലൊക്കെ ഞാൻ കണ്ടുള്ള കീപ്പറെ കുറിച്ച് സംസാരിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ നാട്ടിലുണ്ടാകും ഇത്തരത്തിലുള്ള പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ. അതേക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന പോലെ ഞാൻ വലിയ ക്ലബ്ബുകളും അല്ലെങ്കിൽ എന്നോട് ആൾ ചോദിക്കുന്നതായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റാങ്ക് എന്താണ്, ആ റാങ്കിലുള്ള പ്ലേയേഴ്സിനായിട്ട് പോലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരോടാണോ നീ ഇങ്ങനെ കമ്പയർ ചെയ്യണമെന്ന്. എനിക്ക് അങ്ങനെ ഒരു വാദമേ ഇല്ല കേട്ടോ. ഞാൻ പറയുന്നത് ഞാൻ കണ്ടു വളർന്നില്ല, നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ കണ്ടു വളർന്ന ആൾക്കാരെ കുറിച്ചാണ്. നമ്മുടെ നാട്ടിലുണ്ടോ നമ്മുടെ മുതിർന്ന ചേട്ടന്മാർ ഒരുപാട് നന്നായി കളിച്ച ആൾക്കാർ നമുക്ക് ചെറുപ്പത്തിൽ തോന്നിയിട്ടുണ്ടായിരിക്കും, അയ്യോ ഇവരൊക്കെ എന്തോ എത്താണ്ടിരുന്നൊക്കെ തോന്നുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഈവൻ നമ്മുടെ മുന്നിൽ കളിച്ചു വളർന്ന പല ആൾക്കാരും ഇന്ന് ഒന്നാവാതെ കുടുംബം കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുന്ന സമയത്ത് നമ്മൾ പോകുമ്പോൾ പറയുന്നത് നമ്മുടെ മറ്റേ ചേട്ടനാട്ടാ പണ്ട് ഗംഭീരമായിട്ട് കളിച്ച ആളാന്നൊക്കെ പറഞ്ഞ ആൾക്കാരും അങ്ങനെ ആൾക്കാർ നിങ്ങൾ ചുറ്റുണ്ടായിരിക്കില്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരെക്കുറിച്ച് സംസാരിക്കില്ലേ? ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ എൻ്റെ കൺമുമ്പിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. അതിനെ പോലും ഇങ്ങനെ വന്ന് സംസാരിക്കുക, ഇങ്ങനെ വന്ന് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞത്. എനിക്ക് അങ്ങനെ ഒരു വാദമില്ല. നിങ്ങൾക്ക് കണ്ടുണ്ടാവും നിങ്ങളെ ടൂർണമെൻറ്റിൽ നിങ്ങളെ ഓൺ ടീമിലൊക്കെ പ്ലേയേഴ്സൊക്കെ ഇത്രയ്ക്ക് ടാലൻറ്റഡ് ആയിട്ടില്ലെങ്കിൽ അത്യപൂർവമായ നമ്മളിപ്പോൾ ഈ പറഞ്ഞ നമ്മൾ വർണ്ണിക്കാറുണ്ട് റൊണാൾഡോ മെസ്സിനൊക്കെ അവർണീയമായ അല്ലെങ്കിൽ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയ ചില നിമിഷങ്ങളുണ്ട്. അതുപോലെ നിമിഷം നമ്മുടെ ലൈഫിലുണ്ട്. ഞാനത് പറഞ്ഞത് നമുക്കത് ഒരിക്കലേ കാണാൻ സാധിക്കുള്ളൂ. അത് ഒരാളോട് പറഞ്ഞ് ഫലിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല അല്ലേ? നമുക്കത് നമ്മുടെ കണ്ണുകൾ ഒറ്റ പ്രാവശ്യം ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇങ്ങനെയായിരുന്നു എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു ഡിവൈൻ നിമിഷത്തിൽ ഞാൻ തീർച്ചയായിട്ടും അത് എൻജോയ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരോടാണ് ഒന്ന് ചുറ്റൊക്കെ ഒന്ന് കാണുക, എന്തെങ്കിലും ഒന്ന് പൂട്ടിട്ടൊന്ന് കളത്തിലൊക്കെ ഇറങ്ങിയിട്ടൊന്ന് കളിക്കുക. അപ്പോഴാണ് ഈ ഒരു കളിയെ കുറിച്ചിട്ടൊക്കെ അറിയാൻ സാധിക്കുള്ളൂ കേട്ടോ. ഓക്കെ.